ഗൈസ്, വെൽക്കം ബാക്ക് ടു കരിയർ സ്റ്റൈൽസ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി റമദാൻ. അത് ഏത് റിലീജിയനായിട്ടാണ് നമ്മൾ ഹാപ്പി റമദാൻ പറയാണ്. സോ അപ്പോൾ എന്തായാലും ആരൊക്കെ നോമ്പൊക്കെ പിടിച്ചു വന്നെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് സെക്കൻഡ് ആയിട്ട് പറയാനുള്ളത്, എല്ലാവർക്കും a lot of thank you. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബിക്കോസ് ഞങ്ങൾ വിചാരിക്കാത്ത ഒരു നിലയിലാണ് നിങ്ങളിപ്പോൾ ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത്. 54 സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു സബ്സ്ക്രൈബ് ആയ പോലെയാണ്. 60 നമ്മളെന്തായാലും ഗിവ് അവേയുടെ കാര്യം മറന്നിട്ടില്ല. സോറി, ഇച്ചിരി ഗിവ് അവേയുടെ കാര്യങ്ങൾ ഇച്ചിരി ചേഞ്ച് ഉണ്ട്. പക്ഷേ 50 സബ്സ്ക്രൈബറിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ റൂൾസും ചെയ്യുന്നില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ജസ്റ്റ് സബ്സ്ക്രൈബറിനെ ജസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വൈകാതെ തന്നെ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. റമദാനൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സോ കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലേറ്റൊക്കെ ആവുന്നത്. സോ എല്ലാവരും ജസ്റ്റ് സഹകരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റിയലി താങ്ക് യു. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല 54 സബ്സ്ക്രൈബേഴ്സ് ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന്. ഞങ്ങൾ വിചാരിക്കാതെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച് ഇത്രയും എത്തുമെന്ന് വിചാരിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, അതുപോലെയാണ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അധികം പിന്നെ 54 എത്തിയിട്ട് സ്റ്റോപ്പായി. 51 സബ്സ്ക്രൈബർ എത്തിയിട്ടു രാവിലെ, പിന്നെ 54 എത്തി ഇന്ന് വൈകുന്നേരം നോക്കിയപ്പോൾ. സോ നല്ല സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സോ ഗിവയുടെ കാര്യം നമ്മൾ ഒരു ലീഫ് ഭയങ്കര ഓവറായി തോന്നിയ പോലെ തോന്നി. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ജസ്റ്റ് ഇളകിപ്പോയി. ഇപ്പോൾ ഇത് നമ്മൾ ക്ലേ വെച്ചാണ് ചെയ്തത് കേട്ടോ. സോ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത ക്ലേ ആണ്. ഇങ്ങനത്തെ ക്ലേൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഇട്ടാം കേട്ടോ. പിന്നെ ഈ ഷുഗർ കാൻഡി എന്താണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതൊരു സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. സോ ഇതിൻ്റെ ലീഫ് നമ്മൾ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പശയൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇത് എനിക്ക് തന്നെ എടുക്കാനാണ് തോന്നുന്നത്. ശരിക്കും റിയലി ഇത് ഇങ്ങോട്ട് വന്നാലേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. സോ എനിക്ക് തന്നെ എടുക്കാൻ നല്ലോണം തോന്നുന്നുണ്ട് ഇവിടെ വെച്ച്. ബട്ട് എന്താ ചെയ്യുക, നമ്മളത് എന്തായാലും ഗിവ് വേക്ക് കൊടുത്ത സാധനങ്ങളായാലും നമ്മളത് ഗിവ് വേക്ക് തന്നെ എടുക്കുന്നുള്ളൂ. സോ നമ്മളെന്തായാലും വേറെ ആർക്കൊന്നും കൊടുക്കുന്നില്ല. സോ അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു താങ്ക്സ് പറയാൻ തന്നെയാണ്. എല്ലാവർക്കും റിയലി താങ്ക്സ്, വെരി 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 താങ്ക്സ്. സോ ഇനി ഞങ്ങളെ പൊക്കിക്കൊണ്ടിരിക്കുക. എന്നാലും ഞങ്ങൾക്ക് 100 എത്തിയിട്ട് ഒരു ഹ്യൂജ് ഗീവ് അവേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ 50യുടെ ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അപ്പം എന്തായാലും നമ്മൾ സംസാരിച്ച് വന്ന് ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വെറുതെ കണ്ടുപോയരുതല്ലോ, ബോറടിപ്പിക്കാണ്ട് തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഉമ്മച്ചിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ്. ബർത്ത്ഡേക്ക് ഒരു ക്രാഫ്റ്റ് ഗിഫ്റ്റാണ് ഇത് ഞാൻ കൊടുത്തത്. ബട്ട് ഉമ്മച്ചി വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്. വേണ്ടാന്ന് പറഞ്ഞില്ല, എന്നാലും ഇവിടെ വെച്ച് പോയി. അപ്പം ഉമ്മച്ചിക്ക് ആവശ്യമുണ്ടാവും, എന്നാലും ഞാൻ എടുക്കാണ്. അപ്പം എന്തായാലും ഇതെൻ്റെ അല്ലാന്ന് ഞാൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ അല്ല കേട്ടോ. സോ ഇങ്ങനത്തെ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആരെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും, എനിക്ക് വേറെ പണിയില്ലല്ലോ. ബട്ട് ഒരു കാര്യമുണ്ട്, എല്ലാവരും ഇനി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും മെയിൻലി വീഡിയോസൊക്കെ ഇടുന്നത്. സോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫൈനൽ എക്സാംസൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 27th മാർച്ച് അല്ലെങ്കിൽ 28th മാർച്ച് ആയിട്ട് 27th ഉണ്ടാവും കേട്ടോ. എന്തായാലും 27th പറയാൻ പറ്റില്ല, ചിലപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ എടുക്കുക. ചിലപ്പോൾ നോമ്പിനി എടുക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇനി സ്കൂളിലത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളിനി അടുത്ത വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് സഹകരിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇനിയും ഇതാക്കാം. അപ്പോൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. സോ നമ്മളെന്തായാലും നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുണ്ട്, ഇതൊരു കീ ചെയിൻ ബുക്കാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി കൊണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഏത് ഇതെടുത്താലും പലയിലും ഞാൻ ഗ്രീനാണ് എടുക്കാറ്. സോ എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ബട്ട് എൻ്റെ ഫേവറേറ്റ് കളറ് പർപ്പിളാണ്. എന്താണെന്നറിയില്ല, പക്ഷേ ഗ്രീനിലേക്ക് എനിക്കൊരു ചായമുണ്ട് ഗൈസ്. പിന്നെ സിസേഴ്സ് ഇച്ചിരി കൂടി ക്യൂട്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. മീൻസ് കമൻറ്റേഴ്സ് അല്ല, നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ ചോദിച്ചു എന്തായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്യൂട്ടാക്കാം ഗൈസ്. നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കത്രികനെ വേറൊരു ഹൈടെക്കിലേക്ക് മാറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ചെയ്യുന്ന ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ. സ്റ്റിക്കി നോട്ടാണ് കേട്ടോ ഇത്. ശരിക്കും കളർ പേപ്പർ എടുക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസൊക്കെ ചെയ്തെടുക്കുക.
നമുക്ക് പിന്നെ പാറ്റേൺ ലൈനിൽ നിന്ന് വിട്ടിട്ടൊരു കളിയില്ല. സോ അപ്പം എന്തായാലും പാറ്റേൺ ലൈൻ തന്നെ സെറ്റാക്കി കൊടുത്തുന്നേ. പുറം ഭാഗത്ത് മാത്രം മതി കേട്ടോ, ഉള്ളിൽ വെക്കരുത്. അപ്പം പിന്നെ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കേഴ്സ് എടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് ഇനി ഒരു മിനിയേച്ചർ ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത്. ഇതിനെ ക്രാഫ്റ്റിന് വേണ്ടി എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, ഞാനില്ല. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമ്മളൊരു ഗ്രീൻ പൊസിഷൻ മാറ്റാം കേട്ടോ. ഗ്രീൻ കളർ തന്നെ തീം എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹാർട്ടിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് സംഭവം എന്താ നമ്മുടെ സൗദിയിൽ നിന്നാണ്. സോ അപ്പോൾ എന്തായാലും എന്താ ഉണ്ടാക്കി വരണേന്ന് ആർക്കും പിടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പം എന്തായാലും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി ജസ്റ്റ് ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്യരുത്, ഈ ഒരു ഭാഗം മാത്രം സ്റ്റിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ. സോ അപ്പം എന്തായാലും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്കറിന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വിടുക, നമ്മൾ ഈ അല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ സൗണ്ടിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് അടിപൊളി ക്യാമറ ഒക്കെ വാങ്ങിച്ച് നല്ല ഷൂട്ടിംഗ് ആയിരിക്കും. പിന്നെ നിങ്ങൾ പാവയുടെ ഉള്ളിലുള്ള പഞ്ഞി ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ഇങ്ങനത്തെ പഞ്ഞികളുണ്ടല്ലോ അതൊക്കെ എടുക്കാൻ നോക്കുക. ബിക്കോസ് അതാണ് ഇച്ചിരി കൂടെ സ്കുഷിക്ക് രസം. സസ്പെൻസ് പൊട്ടിച്ചു ഗൈസ്, ഐ എം റിയലി സോറി. അപ്പോൾ നമ്മളൊരു എന്താണ് ഉണ്ടാക്കിയതെന്ന് അപ്പോൾ മനസ്സിലായല്ലോ, ഒരു സ്കുഷി തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്കുഷി ഉണ്ടാക്കാനുള്ള പ്ലാൻ കുറേ ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും അത് പറ്റിയിട്ടില്ല. ഇന്നാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത്. ലാസ്റ്റത്തെ വീഡിയോ എൻ്റെ ആണ് വിത്ത് സ്കുഷി. സോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നില്ലേ, ഞങ്ങൾ പശ വെച്ച് നിൽക്കുന്നില്ലാന്നേ. അപ്പോൾ നമ്മൾ സ്റ്റാപ്ലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടാക്കി വന്നത് എന്താ, ഒരു ക്യൂട്ട് സ്കുഷി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിൻലി മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൂട്ടോ. പിന്നെ വല്ല സജഷൻ ഉണ്ടെങ്കിൽ അറിയാലോ, കമൻറ്റ് ഇടുക. ഇങ്ങനത്തെ കുറേ വീഡിയോസിനായിട്ട് നിങ്ങളെന്താ കഡിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് വീഡിയോസും വരുന്നേ. അപ്പോൾ എല്ലാവരും ഇനി 27th മാർച്ചിന് കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുക. സോ ഇന്നത്തെ സ്കുഷി എങ്ങനെയാണെന്നൊക്കെ പറയാം കേട്ടോ. സൂപ്പർ സ്കുഷിയാണ്, ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഒരാൾ കാണിച്ചത് ഗൈസ്, ഇതാണ് നമ്മുടെ സിംബ എന്ന് പറയുന്ന കുട്ടി. ഭയങ്കര ഉറക്കാണ് ഗൈസ്, ഭയങ്കര സൂപ്പർ ക്യൂട്ടി സിംബ ആണല്ലേ. സോ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. സോ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്തൊരു പെയിൻറ്റിംഗ് ആണ്. എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് സോറി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംബ. ജസ്റ്റ് എണീച്ചിട്ടുണ്ട് ഒരു ശബ്ദം കേട്ടിട്ട്. സോ സിംബാനെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരാൾ കാണിച്ചു തരാം. ഇതാ ഈ വാതിലിൻ്റെ പിന്നെ കണ്ടോ 3 സാധനങ്ങൾ. ഇതാണ് ഗൈസ്. സോ എന്തായാലും ഇതാണ് നമ്മുടെ കിണിങ്ങി. സോ ഗൈസ് ഇതാണ് നമ്മുടെ കിണിങ്ങി കേട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് പറയാ. ഇത് നമ്മുടെ കിട്ടൂസ് ആണ് ഗൈസ്, ഭയങ്കര ക്യൂട്ട് കിട്ടൂസ് ആണ്. സോ പിന്നെ വേറെ ഒരാളെ കാണിച്ചു തരാം, ബഗീർ. സോ ആ പോണ സാധനം ഉണ്ടല്ലോ, ഇതാണ് ബഗീരൻ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. എന്താണ് അപ്പോൾ ഞങ്ങളുടെ പൂച്ചകളുടെ കച്ചവടമൊക്കെ സൂപ്പർ അല്ലേ. സോ അപ്പം എന്തായാലും ക്രാഫ്റ്റ് ഒക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കണ്ടാലോ. ഇനി 27th March. All of you, miss you.